നമസ്കാരം. പ്രധാന വാർത്തകൾ. കണ്ണൂരിൽ കഞ്ചാവുമായി സിനിമാ പ്രവർത്തകൻ അറസ്റ്റിൽ. അസോസിയേറ്റ് ഡയറക്ടറായ നദീഷ് നാരായണനെയാണ് 115 ഗ്രാം കഞ്ചാവുമായി എക്സൈസ് പിടികൂടിയത്. പയ്യന്നൂർ കണ്ടങ്കാളി റെയിൽവേ ഗേറ്റ് സമീപത്ത് വെച്ചാണ് അറസ്റ്റിലായത്. രഹസ്യ വിവരത്തെ തുടർന്നാണ് എക്സൈസ് സംഘം നദീഷിനെ പരിശോധിച്ചത്. തുടർന്നാണ് നദീഷ് നാരായണന്റെ കയ്യിൽ നിന്നും 115 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത്. ഏറെ നാളായി ഇയാൾ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. തുടർന്നാണ് ബൈക്കിൽ പോവുകയായിരുന്ന ഇയാളെ റെയിൽവേ ഗേറ്റിന് സമീപത്ത് വെച്ച് തടഞ്ഞ് പരിശോധിച്ചത്. ആശ്വാസം. ദേവികുളം MLA രാജയുടെ തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതി ശരിവെച്ചു. ഇതോടെ എ രാജയ്ക്ക് MLA ആയി തുടരാം. ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിലെ ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ്. എ രാജയ്ക്ക് ആശ്വാസമാകുന്ന വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. എ രാജയ്ക്ക് പട്ടിക വിഭാഗം സീറ്റിൽ മത്സരിക്കാൻ അർഹതയുണ്ടായിരുന്നുവെന്ന് സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. 1950 മുമ്പ് കുടുംബം കുടിയേറിയതിന് രാജ നൽകിയ രേഖ കോടതി അംഗീകരിച്ചു. MLA എന്ന നിലയ്ക്കുള്ള ഇതുവരെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും രാജയ്ക്ക് നൽകാനും സുപ്രീം കോടതി ഉത്തരവിട്ടു. ആന്റണിയുടെ തട്ടകമായ പൂഞ്ഞാറിൽ വരെ സുധാകരൻ തരംഗം. കോട്ടയത്ത് കെ സുധാകരനെ പിന്തുണച്ച് വ്യാപക പോസ്റ്റർ പ്രചാരണം. ആന്റണിയുടെ തട്ടകമായ പൂഞ്ഞാറിലാണ് വ്യാപകമായി ഫ്ലക്സുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. കോൺഗ്രസിൽ നേതൃമാറ്റ വിവാദങ്ങൾ മുറുകുന്നതിനിടെയാണ് ചേരിതിരിഞ്ഞുള്ള പോര് വ്യക്തമാക്കുന്ന തരത്തിലുള്ള സംഭവം. കോൺഗ്രസിനെ നയിക്കാൻ സുധാകരൻ തുടരട്ടെ എന്ന തരത്തിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. സേവ് കോൺഗ്രസ് രക്ഷാസമിതിയുടെ പേരിലാണ് ഫ്ലെക്സുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ആന്റണിയുടെ ജന്മനാടായ മുന്നിലവിലും ഫ്ലെക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കാശ്മീരിൽ ഭീകരവാദ ബന്ധമുള്ള 2 പേർ പിടിയിൽ. തോക്കും ഗ്രനേഡുകളും പിടിച്ചെടുത്തു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പരിശോധനയിൽ കാശ്മീരിൽ നിന്ന് 2 പ്രാദേശിക ഭീകരർ പിടിയിൽ. ജമ്മു കാശ്മീരിലെ ബഡ്ഗാം ജില്ലയിലെ നാഗ ചെക്ക് പോയിന്റിനടുത്തു നിന്നാണ് ഇവർ പിടിയിലായത്. ഭീകരരിൽ നിന്ന് തോക്കുകളും ഗ്രനേഡുകളും കണ്ടെടുത്തു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സൈന്യവും പോലീസും BSFും പരിശോധനകൾ ശക്തമാക്കിയിരുന്നു. ഒരു പിസ്റ്റൾ, ഒരു ഗ്രനേഡ്, 15 ലൈവ് റൗണ്ടുകൾ എന്നിവ ഉൾപ്പെടെ ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും വലിയൊരു ശേഖരം ഇവരിൽ നിന്നും കണ്ടെടുത്തതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജമ്മു കാശ്മീർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിവരികയാണ്. കവർന്നത് 18 പാക്കറ്റുകളിലായുള്ള പണയ സ്വർണം. സഹകരണ ബാങ്ക് തട്ടിപ്പിൽ മുൻ CPM ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിൽ. കണ്ണൂർ കച്ചേരിക്കടവിൽ CPM നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിൽ പണയ സ്വർണം തട്ടിയ കേസിൽ ഒളിവിലായിരുന്ന ബാങ്ക് ജീവനക്കാരനും CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായ സുധീർ തോമസ് അറസ്റ്റിൽ. മൈസൂരുവിൽ നിന്നാണ് പോലീസ് സുധീറിനെ പിടികൂടിയത്. കേസിലെ മുഖ്യപ്രതിയാണ് സുധീർ തോമസ്. 60 ലക്ഷത്തോളം രൂപയുടെ പണയ സ്വർണം തട്ടിയെന്ന കേസിലാണ് പിടിയിലായത്. മറ്റൊരു പ്രതിയായ കോൺഗ്രസ് പ്രാദേശിക നേതാവ് സുനീഷ് തോമസ് ഇന്നലെ അറസ്റ്റിലായിരുന്നു. 60 ലക്ഷത്തോളം വില വരുന്ന 18 പാക്കറ്റുകളിലുള്ള പണയ സ്വർണമാണ് കവർന്നത്. കച്ചേരിക്കടവിലെ കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റ് സുനീഷ് തോമസ്, ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരനും CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായ സുധീർ തോമസ് എന്നിവരാണ് കേസിലെ പ്രതികൾ.